വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള വെടിനിർത്തലിൻ്റെ സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ. ഈ അവസ്ഥകളെ പല കോണുകളിൽ വിശകലനം ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യുദ്ധവും സമാധാനവും ഏറെ കണ്ട ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നാവികസേനയിലെ വൈസ് അഡ്മിറലായിരുന്ന ശ്രീകുമാർ നായർ സാർ. നമസ്കാരം സാർ. നമസ്തേ. ഓപ്പറേഷൻ സിന്ദൂറിനെ സാർ ഏത് രീതിയിലാണ് കാണുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മളൊരു വാർ എഗെയിൻസ്റ്റ് ടെററിസമാണ്. ടെററിസ്റ്റിൻ്റെ പ്ലാനിങ്, അവരുടെ ഹൈഡ് ഔട്ട്സ്, അവരുടെ ട്രെയിനിങ് സെൻറ്റേഴ്സ്, അത് അക്രോസ് അവർ ബോർഡർ ഇൻ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കശ്മീരിൽ നമ്മൾ പ്രിസൈസ് ഇൻ്റലിജൻസ് ആൻഡ് ട്രാക്കിംഗ് ഉപയോഗിച്ച് അതിനെ ഫയർ ചെയ്ത് നഷ്ടപ്പെടുത്തുവാണ്. സോ ഇറ്റ്സ് എ വാർ എഗെയിൻസ്റ്റ് ടെറർ. ഓപ്പറേഷൻ സിന്ദൂർ പേരിട്ടത്, സിന്ദൂർ നമ്മുടെ ഇന്ത്യൻ കസ്റ്റമിൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ പവർ, ലവ് ആൻഡ് പ്രൊട്ടക്ഷൻ. സോ ഇതിൽ നല്ലൊരു പേര് ഇന്ത്യക്ക് രാജ്യത്തിന് ഇതിടാൻ പറ്റത്തുമില്ലായിരുന്നു. ഇത് ഇന്ത്യയുടെ ഒരു ഹിസ്റ്റോറിക് ഇവൻ്റാണ് എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടക്ട് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട്സ് എന്താണെന്നാണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ ലോകം എപ്പോഴും ചിന്തിക്കുന്ന എന്തുവാണ്, ടെററിസ്റ്റ് ഹൈഡ് ഔട്ട്, വേറൊരു രാജ്യത്തിൽ പോയി അറ്റാക്ക് ചെയ്യാനുള്ള പവർ ആൻഡ് സ്ട്രെങ്ത്ത് ചില കൺട്രീസിനേ ഉള്ളൂ. പക്ഷേ ആരും വിചാരിച്ചില്ല ഇന്ത്യക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു വേറൊരു രാജ്യത്തിൽ പോയി അത് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാതെ അറ്റാക്ക് ചെയ്ത് അവരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതും പല സിസ്റ്റംസും നമ്മുടെ ഇൻഡിജിനസ് സിസ്റ്റംസ്, ഇൻഡിജിനസ് മിസൈൽസും ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ വേൾഡ് ലെവൽ അതൊരു ബിഗ് സ്റ്റേറ്റ്മെൻറ്റായി. പിന്നെ നമ്മൾ അവരുടെ ടെററിസ്റ്റ് ഹൈഡ് ഔട്ടാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷേ അവർ റിറ്റാലിയേറ്റ് ചെയ്തത് ഡ്രോൺസ് ആൻഡ് മിസൈൽസ് ഉപയോഗിച്ച് നമ്മുടെ എയർബേസസും നമ്മുടെ സിവിലിയൻ പോപ്പുലേഷനെയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അവരുടെ എയർഫോഴ്സ് ബേസ് ഇൻസൈഡ് പാകിസ്ഥാൻ നമ്മളത് അറ്റാക്ക് ചെയ്തു, ലോങ് റേഞ്ച് പ്രിസിഷൻ മിസൈൽസ് ഉപയോഗിച്ച്. നാഷണൽ ലെവലിൽ പറയുവാണെങ്കിൽ 1971 യുദ്ധം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഡിസൈസീവ് സ്ട്രൈക്ക് നമ്മൾ പാകിസ്ഥാനിൽ ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നേവിയുടെ ഒരു റോൾ എന്തായിരുന്നു എന്നാണ് സാർ കരുതുന്നത്? നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് ഇന്ത്യൻ നേവി ഒരു മേജർ എക്സസൈസ് അറേബ്യൻ സീയിൽ നടത്തി. അതൊരു ഷോ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഷോ ഓഫ് പവർ ആയിരുന്നു. ബ്രഹ്മോസ് മിസൈൽസ്, ബറാക്ക് 8 മിസൈൽസ്, നമ്മുടെ ടോപ്പിഡോസ്, ഇതെല്ലാം ഫയർ ചെയ്തൊരു വലിയൊരു ഷോ ഓഫ് സ്ട്രെങ്ത് കാണിച്ചു. ആ ഷോ ഓഫ് സ്ട്രെങ്ത്തിൽ തന്നെ പാകിസ്ഥാൻ, എനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലായി അവരൊരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ അടുക്കൽ. ഇന്ത്യൻ നേവിയും പാകിസ്ഥാൻ നേവിയും കമ്പയർ ചെയ്താൽ നമ്മളൊരു 5 ടൈംസ് അവരെക്കാൾ സ്ട്രോങ്ങറാണ്. നമ്മുടെ 2 എയർക്രാഫ്റ്റ് കാരിയർ, 14 ഡിസ്ട്രോയേഴ്സ്, 16 ഫ്രിഗേറ്റ്സ്, 16 സബ്മറീൻസ്. കമ്പാരിസണിൽ അവർക്കൊരു എയർക്രാഫ്റ്റ് കാരിയറും ഇല്ല, ദേ ഹാവ് ഡിസ്ട്രോയേഴ്സ് ഇല്ല. ഫ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചൈനീസ് ഫ്രിഗേറ്റ്സ് ഉണ്ട്, പിന്നെ വേറെ ഓക്സിലറി ഷിപ്സ് ആൻഡ് 8 സബ്മറീൻ. സോ ഒരു മാച്ചും അല്ല അവർ. പിന്നെ ഇത് കഴിഞ്ഞപ്പം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പം നമ്മുടെ യൂണിറ്റ്സ് എല്ലാം ഫോർവേഡ് മൂവ് ചെയ്തു. ബ്ലോക്കേഡ് ആയിരുന്നു. അവരുടെ 3 മെയിൻ ഹാർബേഴ്സ് എന്ന് പറഞ്ഞാൽ കറാച്ചി ഈസ് ദ മെയിൻ ഹാർബർ, കറാച്ചി, ഒർമാര, ഗ്വാദർ, ഇത് 3 അങ്ങ് ബ്ലോക്കേഡ് ചെയ്തു. സോ പാകിസ്ഥാൻ്റെ ഷിപ്പോ സബ്മറീനോ അവരുടെ പോർട്ട് വിട്ട് വെളിയിലിറങ്ങാൻ പറ്റിയിട്ടില്ല. ബിഗ് ഗെയിമാണ് നമ്മൾ ചെയ്തത്, ബ്ലോക്കേഡ്. സോ നമ്മുടെ ഷിപ്സ് ആൻഡ് സബ്മറീൻസ് എല്ലാം എക്വിപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് റഡാർസ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം. ആ ഇൻ്റലിജൻസ് പിക്കപ്പ് എല്ലാം എയർഫോഴ്സ് ആർമിക്ക് പാസ് ഓൺ ചെയ്യുന്നുണ്ട് ലാൻഡിൽ. സോ ഇറ്റ്സ് എ കോർഡിനേറ്റഡ് എഫേർട്ട്. ലാസ്റ്റ്ലി ഇത് ഇമാജിൻ ചെയ്യാം, നമ്മുടെ ഈ ബ്ലോക്കേഡ് ഇപ്പം പാകിസ്ഥാൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 85% ഓഫ് ദ ട്രേഡ് ഈസ് ത്രൂ ദിസ് സീ ലൈൻസ് ആണ്. നമ്മളത് 2-3 ദിവസം അവരുടെ ആ സീ ലൈൻസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലോജിസ്റ്റിക്സ് തകർന്നു. സോ പാകിസ്ഥാൻ റിയലൈസ് ദാറ്റ്, ആൻഡ് എലോങ് വിത്ത് ആർമി ആൻഡ് എയർഫോഴ്സിൻ്റെ സ്ട്രൈക്കും നമ്മുടെ ഈ ബ്ലോക്കേഡും കൊണ്ടാണ് പാകിസ്ഥാൻ്റെ DGMO നമ്മുടെ DGMO വിളിച്ച് സംസാരിച്ച് സീസ് ഫയറിന് വേണ്ടിയിട്ട് എഗ്രി ചെയ്തത്. ഒരാളും ശ്രദ്ധിക്കാതെ, നമ്മുടെ മാധ്യമ റഡാറുകളിൽ ഒന്നും പെടാതെ വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു നമ്മുടെ ഒരുക്കങ്ങൾ. ഇതിനെ സാർ ഏത് രീതിയിലേക്കാണ്? എല്ലാ കൊല്ലവും നേവി ഡേക്ക് ഒരു തീമുണ്ട്. കഴിഞ്ഞ 2 കൊല്ലത്തെ തീം വായിച്ചു നോക്കിയാൽ സ്ട്രെങ്ത് ആൻഡ് പവർ ത്രൂ ഇന്നൊവേഷൻ ആൻഡ് ഇൻഡിജിനൈസേഷൻ കഴിഞ്ഞ കൊല്ലത്തെ, അതിൻ്റെ മുമ്പിലത്തെ
ഓപ്പറേഷണൽ എഫിഷ്യൻസി, റെഡിനെസ് ആൻഡ് മിഷൻ അക്കംപ്ലിഷ്മെൻറ്റ് ഇൻ മെരിടൈം ഡൊമെയിൻ. വലിയ സ്റ്റേറ്റ്മെൻറ്റാണ് അത്, ഓപ്പറേഷണൽ റെഡിനെസ്. സോ നമ്മളെപ്പോഴും കോമ്പാറ്റ് റെഡി ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. 60-70% ഓഫ് നേവൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷിപ്പ്, സബ്മറീൻ, എയർക്രാഫ്റ്റ്, ഇറ്റ്സ് ഓൾവേസ് വെൽ എക്യുപ്ഡ് ആൻഡ് റെഡി. ദേ ആർ അറ്റ് ഷോർട്ട് നോട്ടീസ്. ഏത് സമയത്തും അവർ റെഡിനെസ്സാണ്, കോമ്പാറ്റ് റെഡിയാണ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കൂടാണ് ഇന്ത്യയുടെ 80% ഓഫ് ട്രേഡ് ആൻഡ് 90% ഓഫ് അവർ എനർജി ഇമ്പോർട്ട്സ് ഇസ് ത്രൂ സീ ലൈൻസ്. ഇവിടെ നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും ടെററിസ്റ്റ് അറ്റാക്സ് അറ്റ് സീ നടന്നിട്ടുണ്ട്. ഇതിനെപ്പോഴും ഇന്ത്യൻ നേവി റെഡിയാണ്. നമ്മുടെ ട്രേഡ് ഒരിക്കലും ഇമ്പാക്റ്റ് ആകാതെ നമ്മുടെ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആരും അതിനെ തടയാൻ പറ്റരുത്. സോ ഇന്ത്യൻ നേവി സൈലൻ്റ്ലി എപ്പോഴും റെഡി ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. ഈ സമീപകാല സംഘർഷങ്ങളിൽ ചൈനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റോൾ ഉണ്ടെന്ന് സാറിന് കരുതുന്നു? പാകിസ്ഥാൻ്റെ ഇൻവെൻട്രി ഓഫ് വെപ്പൻസ് ആൻഡ് സിസ്റ്റംസിൽ നിന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ അവരുടെ എയർഫോഴ്സ് എടുത്തോ, ഏത് എയർക്രാഫ്റ്റാണ് അവർ ഉപയോഗിച്ചത്? J-10CE, ചൈന മെയ്ഡ് 20 അവരുടെ കയ്യിലുണ്ട്. JF-17 ബ്ലോക്ക് 3 ഇത് ചൈനീസ് ടെക്നോളജി എന്നാണ് ചെയ്യുന്നത്. PL-15 എയർ ടു എയർ മിസൈൽസ് ഒരെണ്ണം നമ്മുടെ ഇവിടെയും വീണിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇറ്റ് ഫെൽ ഡൗൺ. ആർമിയുടെ നോക്ക്, VT-4 ടാങ്ക്സ്, മെയിൻ ബാറ്റിൽ ടാങ്ക്, എഗെയിൻ ചൈനീസ് ടെക്നോളജി. 155mm ഹോവിറ്റ്സർ, എഗെയിൻ ചൈനീസ് ടെക്നോളജി. നേവി എടുത്താൽ അവരുടെ ഹാങ്കോർ ക്ലാസ് സബ്മറീൻസ് 4 അവരുള്ള ചൈനീസാണ്. ടുഗ്രിൽ ക്ലാസ് ഫ്രിഗേറ്റ്, സുൽഫിക്കർ ക്ലാസ് ഫ്രിഗേറ്റ്സ്, ടാങ്കേഴ്സ് എല്ലാം ചൈനീസ് മേക്കാണ്. സോ ചൈനയുടെ ഈ ഏരിയ പറഞ്ഞാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റോൾ വളരെ അധികമാണ്. സോ ഈ എക്യുപ്മെൻറ്റ് ആൻഡ് വാർഷിപ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല ചൈന. നമുക്കറിയാം ഈ എയർ അറ്റാക്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചൈന അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കറക്റ്റായിട്ട് ടെക്നിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സപ്പോർട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ചൈനയുടെ റോൾ ഹ്യൂജാണ് ആൻഡ് ദേ ഹാവ് എ ഹ്യൂജ് ഇൻട്രസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. ഇന്ത്യയുടെ സമുദ്ര മേഖല ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. അപ്പം ചൈന ഈ മേഖലയിൽ നടത്തുന്ന എക്സ്പാൻഷൻ ശ്രമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമുദ്ര മേഖലയുടെ സംരക്ഷണം കൂടുതൽ പ്രധാനപ്പെട്ട ഒന്നാക്കുന്നത്? ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഏഷ്യ, വിച്ച് ഇൻക്ലൂഡ്സ് ഇന്ത്യ, ഏഷ്യ, നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക, ഗൾഫ്, ദാറ്റ് ഈസ് ദ മിഡിൽ ഈസ്റ്റ്, താഴെ വന്നാൽ ഓസ്ട്രേലിയ വരെ. സോ ഒരു ലാർജ് എക്സ്പാൻസാണ് ഈ ഓഷ്യൻ റൂട്ട്. ഈ ഓഷ്യൻ റൂട്ടിൽ കൂടെ ഇന്ന് വേൾഡിലെ 46% ട്രേഡ് ഈ റൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. 50% ഓയിൽ ട്രാഫിക് ഈ റൂട്ടിൽ കൂടാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയുടെ 80% ട്രേഡ് ഈ റൂട്ടിൽ കൂടാണ്. പാകിസ്ഥാൻ്റെ 85% ട്രേഡ് ഇതിൽ കൂടാണ് വരുന്നത്. എനർജിയും പാകിസ്ഥാൻ്റെ 90% എനർജി, നമ്മുടെയും 90% എനർജി ഇമ്പോർട്ട്സ് ഈ റൂട്ടിൽ കൂടാണ് വരുന്നത്. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ് ആൻഡ് റിച്ച് ഇൻ റിസോഴ്സസ്. സോ ചൈന വിത്ത് ഇറ്റ്സ് ടെക്നോളജി, അവരൊരു ലോങ് റീച്ച് ഷിപ്സ്, സബ്മറീൻസ് അവരുടെ ഇൻവെൻട്രിയിലുണ്ട്. അവർ ഈ ഏരിയയിൽ ഒരു പ്രസൻസിന് വേണ്ടിയിട്ടാണ് എപ്പോഴും നോക്കുന്നത്. ഏത് സമയം നോക്കിയാലും അവരുടെ റിസർച്ച് വെസൽസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ കോൾ ദം സ്പൈ വെസൽസ്, റിസർച്ച് വെസൽസ് എന്ന് പറഞ്ഞാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ നേവൽ ഷിപ്സ്, സബ്മറീൻസ് ഈ ഏരിയയിൽ കൂടെ വരാറുണ്ട്. പക്ഷേ ഇന്ത്യൻ നേവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒരു കോമ്പാറ്റ് റെഡി ഫോഴ്സാണ്. നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ നമ്മുടെ ടോട്ടൽ ഒരു സർവൈലൻസിലാണ് എപ്പോഴും. ആൻഡ് ഈ സർവൈലൻസ് ഒരു ഡിഫിക്കൽട്ട് ഇതുമാണ്. ബിക്കോസ് അണ്ടർ വാട്ടർ നമ്മൾ എബവ് വാട്ടർ റഡാർസ് ഇത് അല്ലെങ്കിൽ വിഷ്വൽ റേഞ്ച് അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ അണ്ടർ വാട്ടർ ഒന്നും ശരിക്കും നമുക്ക് കാണാനുള്ള അത് സബ്മറീൻസ് ഉണ്ട്, പക്ഷേ റേഞ്ചസ് ആർ ലിമിറ്റഡ്. സോ ഇതൊരു വലിയ മേഖലയാണ് ഇന്ത്യ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അണ്ടർ വാട്ടർ ഡൊമെയിൻ അവെയർനെസ് നല്ല രീതിയിൽ മുമ്പോട്ട് കാണണമെന്നുള്ളത്. സോ ചൈന ഒരു ടാക്ടിക്സ് ഇവിടെ അവരുടെ ഷിപ്പ് ഇതും പ്ലേസ് ചെയ്യുന്നതിലും ഇന്ത്യയുടെ ടാക്ടിക്സ് എങ്ങനെയാണ് നിങ്ങൾ കേട്ടാണ്? സാഗർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. നമ്മളെല്ലാവരുടെയും സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത്, എല്ലാവരുടെയും ഒരു ഇൻക്ലൂസീവായിട്ട് ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാം. എന്തുകൊണ്ടാണെന്നും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ്റെ അറൗണ്ട്
2.9 ബില്യൺ പോപ്പുലേഷനാണ് സർവൈവ് ചെയ്യുന്നതിനകത്ത്. 2.9 ബില്യൺ പോപ്പുലേഷൻ. വേൾഡ് പോപ്പുലേഷൻ നോക്കി 8 ബില്യൺ ആണ്. ദാറ്റ് മീൻസ് 38% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ലൈങ് ഇൻ ദിസ് ഏരിയ. അപ്പാർട്ട് ഫ്രം ദ ട്രേഡ് 46%, 50% വിച്ച് ഐ സെഡ്. സോ ഇന്ത്യ എപ്പോഴും സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ നോക്കുന്നു. പക്ഷേ ചൈന ഹാസ് ഗോട്ട് സം അതർ പ്ലാൻസ് അലോങ് വിത്ത് പാകിസ്ഥാൻ. ഇപ്പൊ സാറ് സംസാരിച്ച സ്പൈ ഷിപ്സിനെ കുറിച്ച് സംസാരിച്ചു. ഈ അടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ചാരക്കപ്പലുകളെ കണ്ടതായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്താണ് സാർ ശരിക്കും ഈ സ്പൈ ഷിപ്പ് എന്ന് പറയുന്നത്? സ്പൈ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് ആണ് അല്ലേ സ്പൈ എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് ഗ്യാതറിംഗ്. എന്താണ് ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത്? ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് നമ്മുടെ ട്രൂപ്പ് മൂവ്മെൻറ്റ്സ്, നമ്മുടെ ഷിപ്പ് മൂവ്മെൻറ്റ്സ്, നമ്മുടെ സബ്മറീൻ മൂവ്മെൻറ്റ്സ് ആകാം അല്ലേ? അതെ. ഇല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ഇൻസ്റ്റാളേഷൻസ്, നമ്മുടെ സ്ട്രാറ്റജിക് ഇൻസ്റ്റാളേഷൻസ്, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള ഇതാണ്. സോ സ്പൈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ എക്യുപ്പ് ചെയ്യുന്നത് ഒരു ഷിപ്പിൽ ഒന്നാകാം ലോങ് റേഞ്ച് റഡാർസ്, സാറ്റലൈറ്റ് ഇമേജറി ഗ്യാദർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്. യുദ്ധത്തിന് ഇതൊക്കെയല്ലേ ആവശ്യമുള്ളത്. നമ്മുടെ വൈറ്റൽ ഇൻസ്റ്റാളേഷൻസ് എവിടെയൊക്കെ ഉണ്ട് അതിനെ മാപ്പ് ചെയ്യുക. നമ്മുടെ എക്സസൈസ് പാറ്റേൺ നമ്മൾ എന്തൊക്കെയാണ്, നമ്മുടെ മിസൈൽ ഫയറിംഗ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇതൊക്കെ ട്രൈ ചെയ്യാനാണ് ഈ സ്പൈസ് എന്ന് പറയുന്നത്. സോ സ്പൈ ഷിപ്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് റിസർച്ച് വെസൽ എന്നും പറഞ്ഞ ആ റിസർച്ച് വെസൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ഷിപ്പാണ് വിത്ത് ഹ്യൂജ് റഡാർ, സാറ്റലൈറ്റ് ഇമേജറി സിസ്റ്റംസ് ഒക്കെ ഉള്ളത്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു സ്പൈങ് കൂടായിരിക്കും അവർ ചെയ്യുന്നത്, ഇങ്ങനത്തെ റിസർച്ച് വെസൽസും കൂടെ. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ആയുധങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഹൈലൈറ്റ്. ഇതിനെ സാർ ഏത് രീതിയിലാണ് കാണുന്നത്? നമുക്കിതൊരു 3-4 എക്സാമ്പിൾ എടുത്തൊന്ന് അനലൈസ് ചെയ്യാം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച മെയിൻ സിസ്റ്റംസ് ഇന്ത്യൻ മെയ്ഡ് നമുക്ക് നോക്കാം. ബ്രഹ്മോസ് സർഫസ് ടു സർഫസ് മിസൈലാണ്, ലോങ് റേഞ്ച് സർഫസ് ടു സർഫസ് മിസൈൽ. ഇത് DRDO കമ്പൈൻഡ് വിത്ത് റഷ്യൻ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു മിസൈലാണ്. ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ടി വിയിൽ കണ്ടു കഴിഞ്ഞു, ഞാൻ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ലോങ് റേഞ്ച് 290-300 കിലോമീറ്റേഴ്സ് നോ, ഇത് അതിലും കൂടുതൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ബ്രഹ്മോസ് വാസ് എ ബിഗ് സക്സസ്. രണ്ടാമത്തേത് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. അവരുടെ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റോ അവരുടെ ഒരു മിസൈലോ നമ്മുടെ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ്, നമ്മുടെ എയർ ഡിഫൻസ് സർഫസ് ടു എയർ മിസൈൽ വാസ് സ്ട്രോങ്. അതിൻ്റെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ബരാക്ക് 8 ഓർ MR-SAM എന്ന് പറഞ്ഞ ഒരു സർഫസ് ടു എയർ മിസൈലാണ്. അത് DRDO ആൻഡ് ഇസ്രയേൽ കമ്പൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു, ഇപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് അതിൻ്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്, മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ്. സോ ആ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അതും ഒരു വൺ സക്സസ് ആയിരുന്നു ബരാക്ക് 8. നമ്മൾ ഹോം ഗ്രോൺ സൊല്യൂഷൻ DRDO ഡെവലപ്പ് ചെയ്ത ആകാശ് റഡാർ ആൻഡ് മിസൈൽ സിസ്റ്റം, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, അതാണ് നല്ല രീതിയിൽ ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പൈൻഡ് വിത്ത് എയർ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ആകാശ് തീർ എന്ന് പറഞ്ഞൊരു എയർ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നത്, കമാൻഡ് കൺട്രോൾ സിസ്റ്റം. ദറ്റ് മീൻസ് എല്ലാ നമ്മുടെ എയർ സിറ്റുവേഷനിലുള്ള എല്ലാ ടാർഗറ്റ്സിനെയും നമുക്ക് ഒരിടത്തു നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് മിസൈലാണ് അതിനെ ലോഞ്ച് ചെയ്യേണ്ടത്, അതോ ലോഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു ഓട്ടോമാറ്റിക് ഡെസിഷൻ സിസ്റ്റമായിരുന്നു ആകാശ് തീർ എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മൾക്ക് ഇലക്ട്രോണിക് വാർഫെയർ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ സൈലൻ്റ്ലി ലിസൺ ചെയ്യും ഓരോ ട്രാൻസ്മിഷൻസ്. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെയ്ഡാണ്. ഇന്ത്യൻ നേവിയുടെ ഇപ്പം നാവികസേന നോക്കുവാണെങ്കിൽ സോണാർസ് ടോട്ടലി ഇന്ത്യൻ മെയ്ഡ്, DRDO റിസർച്ച്ഡ്, നമ്മുടെ ബെൽ ഉണ്ടാക്കുന്നു. അതിനകത്ത് കെൽട്രോണും കുറേ അതിൻ്റെ സെൻസേഴ്സും ഇതും പവർ ആംപ്ലിഫയേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ എയർ ഡിഫൻസ് അവെയർനെസ് പോലെ നമുക്ക് അണ്ടർ വാട്ടർ ഡൊമെയിൻ അവെയർനെസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കപ്പൽ ഇൻഡിപെൻഡൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ സമുദ്രത്തിൻ്റെ കീഴെ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ. സബ്മറീനുണ്ടോ, വേറെ അണ്ടർ വാട്ടർ ഓട്ടോണമസ് വെസൽസ് ഉണ്ടോ, ഇതുമെല്ലാം നമ്മുടെ ഇൻഡിജിനിയസ് നെറ്റ്വർക്കാണ്. സോ ആൻഡ് ബാറ്റിൽ ടാങ്ക്സ്, ഇതെല്ലാം നമ്മുടെ ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് സിസ്റ്റംസ് ആണ്. സോ നോക്കുവാണെങ്കിൽ ഒരു നല്ല രീതിയിലാണ് നമ്മുടെ എല്ലാ സിസ്റ്റംസും ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആണെങ്കിലും നമ്മളൊരു കൊളാബറേറ്റീവ് എഫേർട്ടായിട്ട് ചെയ്താലും എല്ലാം പെർഫോം ചെയ്തിരിക്കുന്നതും. ആൻഡ് ഇതുകൊണ്ട് തന്നെ വേൾഡ് നമ്മളെ ഇപ്പം നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പല കൺട്രീസും ലുക്കിംഗ് ഫോർ ആംസ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ US, ഇസ്രയേൽ, റഷ്യ. ഇപ്പോൾ ഇന്ത്യ ഒരു മേജർ പ്ലെയർ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ വി ഹവ് മേഡ് എ ബിഗ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഓപ്പറേഷൻ സിന്ദൂർ.
ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ അതും ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ്. S-400 എന്തുവാണ്? ഇറ്റ്സ് അഗെയിൻ എ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, ലോങ് റേഞ്ച്. 400 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 400 കിലോമീറ്റേഴ്സ്, 300 കിലോമീറ്റേഴ്സ്, 100 കിലോമീറ്റേഴ്സ്, 40 കിലോമീറ്റർ, പല റേഞ്ച് ഓഫ് മിസൈൽസ് ഉണ്ട്. എയർ ട്രാക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ച സിസ്റ്റംസാണ്. എയർഫോഴ്സ് അതിനെ ഉപയോഗിക്കുന്നു. വെരി വെരി ഹൈലി എഫക്റ്റീവ് ആയിരുന്നു S-400 സിസ്റ്റം. ഈ എന്താ പറയുന്നത്, ന്യൂ ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ഒക്കെ പറഞ്ഞാൽ അതിനെ ട്രാക്ക് ചെയ്യാം. ഹൈ സ്പീഡ് മാനുവറിങ് ടാർഗറ്റ്, ഹൈ സ്പീഡ് മാനുവറിങ് മിസൈൽസ് ട്രാക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ സ്കാൽപ്പ് എന്ന് പറയുന്ന മിസൈൽ, റഫേൽ എയർക്രാഫ്റ്റ് നമ്മുടെ അതിൻ്റെ കൂടെ വന്നതാണ്. അതും പ്രിസിഷൻ ആൻഡ് ഹൈലി എഫക്റ്റീവ് ആയിരുന്നു. ഇതെല്ലാം അത് മാത്രമല്ല, നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മോസും ബറാക്ക് 8ഉം പറഞ്ഞു. ഇത് കുറച്ചൊക്കെ ഇസ്രേലി ടെക്നോളജി, റഷ്യൻ ടെക്നോളജി ഉണ്ട്. ദേ വെർ സൂപ്പർബ്ലി എഫക്റ്റീവ്. സോ നമ്മളൊരു ബിഗ് സ്റ്റേറ്റ്മെൻറ്റാണ് അത്. ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആണെങ്കിലും നമ്മൾ ബൈ ഔട്ട് ചെയ്താണെങ്കിലും. സോ അത് ഞാൻ പറയാൻ വന്നത്, നമ്മൾ ബൈ ഔട്ട് ചെയ്യുന്ന സാധനം ആണെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് നോക്കി നമ്മുടെ കേപ്പബിലിറ്റി ഗ്യാപ്പ് ഒന്ന് കവർ ചെയ്യാനായിട്ടാണ് എപ്പോഴും മേടിക്കുന്നത്. സോ പർച്ചേസ്, ഇമ്പോർട്ട് നമ്മൾ ഇന്ത്യൻ ആം ഫോഴ്സസ് ചെയ്യുന്നത് എപ്പോഴും കേപ്പബിലിറ്റി ഗ്യാപ്പ് അക്കൗണ്ട് ചെയ്യാൻ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ മേജർലി വി ആർ യൂസിങ് ഇൻഡിജിനിയസ് ഹോം ഡെവലപ്ഡ് സിസ്റ്റംസ്. ഈ പ്രിസിഷൻ അറ്റാക്കിനെ കുറിച്ച് സാറ് പറഞ്ഞു. ഈ പ്രിസിഷൻ അറ്റാക്കിൽ ഈ വളരെ ദൂരത്തുള്ള ഒരു ടാർഗറ്റ് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പം ഈ പ്രിസിഷൻ എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സർഫസ് ടു സർഫസ് മിസൈൽ. അതിനെ നാച്ചുറൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റേഞ്ച് 300 കിലോമീറ്റേഴ്സ് ആണെന്ന് വെച്ചു. ഇപ്പം 280 കിലോമീറ്റേഴ്സ് ഒരു ടാർഗറ്റാണ് നമ്മളതിനെ ഫയർ ചെയ്യുന്നത്. ബ്രഹ്മോസ് സർഫസ് ടു സർഫസ് മിസൈലാണ്. 280 കിലോമീറ്റേഴ്സ് ദൂരെ ഒരു ബേസ് ആണെന്ന് വെച്ചു, എയർഫോഴ്സ് ബേസ് വെച്ചു. അതാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് നമ്മുടെ കാണും. ബിക്കോസ് ഓഫ് അവർ ഇൻ്റലിജൻസ്, ബിക്കോസ് ഓഫ് അവർ സാറ്റലൈറ്റ് ഇമേജറി അത് കാണും. സോ അതിലോട്ട് ഫയർ ചെയ്യും. പക്ഷേ പ്രിസിഷൻ വരണമെങ്കിൽ അത് പോരാ. ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഇതിൻ്റെ റഡാർ സീക്കർ എന്ന് പറയും. ഈ ഡിസ്റ്റൻസ് പോയി ഈ മിസൈല്, ഈ ഡിസ്റ്റൻസ് പോകുന്നത് 2 മാക്സ് ഡബിൾ ദ സ്പീഡ് ഓഫ് സൗണ്ടിലാണ് ഈ പോകുന്നത്. ഹൈ സ്പീഡ് പോകുന്നു. അത് കഴിഞ്ഞ് ഇത് പ്രിസിഷൻ വരണമെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ആ ഒരു കൺഫർമേഷൻ വേണ്ടേ ഇതാണോ സാധനമെന്ന്. അതിന് റഡാർ സീക്കേഴ്സ് ഉണ്ട്. ഈ സീക്കേഴ്സ് അത് കുറച്ച് നേരത്തേക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഇമേജ് എടുക്കും. എന്നിട്ട് അതിനോട്ട് ലോക്ക് ഓൺ ചെയ്യും. അതിൻ്റെ റഡാർ അതിനെ ലോക്ക് ഓൺ ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു എയർഫോഴ്സ് ബേസിൻ്റെ ഇപ്പോൾ അവരുടെ കുറേ എയർക്രാഫ്റ്റുള്ള ഒരു എന്താ പറയുന്ന സ്ഥലമാണെങ്കിൽ അതിനെ ലോക്ക് ഓൺ ചെയ്തു. എന്നിട്ട് അവിടെ തന്നെ വന്ന് ഈ മിസൈൽ വീഴും. അതിന് അവിടെ സ്ഫോടനം നടക്കും. സോ ഡിസ്ട്രക്ഷൻ ഈസ് ഹെവി. ഇതാണ് പ്രിസിഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ലോക്ക് ഓൺ ചെയ്യുക, എന്നിട്ട് അവിടെ തന്നെ ആ മിസൈൽ ആ സ്പീഡിൽ, ഇമാജിൻ ഡബിൾ ദ സ്പീഡ് ഓഫ് സൗണ്ടിലാണ് ഇത് പോകുന്നത്, ആ ഇമ്പാക്റ്റ് ആൻഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് എക്സ്പ്ലോസീവ് ഇറ്റ് ക്രിയേറ്റ്. യുദ്ധം ഒരു റൊമാൻറ്റിക് കാര്യമോ ഒരു ബോളിവുഡ് സിനിമയിലെ ഒരു കാര്യമോ ഒന്നുമല്ല. നമ്മളുടെ ഒരു മുൻ കരസേനാ മേധാവിക്ക് പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ല യുദ്ധമെങ്കിൽ എന്താണ് സാറിന് യുദ്ധം? ഇത് പറഞ്ഞത് ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ്, ഫോമർ ആർമി ചീഫ്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക. ഞാൻ നേവി ആയതുകൊണ്ട് ഞാൻ നേവിയുടെ ഒരു ഉദാഹരണം തരാം. ഒരു ഡിസ്ട്രോയർ ക്ലാസ് ഷിപ്പ്, 6000-8000 ടണ്ണിൻ്റെ ഷിപ്പ്. ഇത് മാൻ ചെയ്യുന്നത് ഒരു ഓൾമോസ്റ്റ് 350 to 400 ആൾക്കാരായിരിക്കും. ദറ്റ് ഈസ് മെൻ ആൻഡ് വിമൻ, യൂണിഫോം പീപ്പിൾ. ഇത് ഇമാജിൻ ചെയ്യുക, ഒരു കോൺഫ്ലിക്റ്റ് ഏരിയയിലോട്ട് പോവുകയാണ്, വിച്ച് ഈസ് അബൌട്ട് 250 നോട്ടിക്കൽ മൈൽസ് എവേ. നമ്മുടെ കോസ്റ്റിൽ നിന്ന് 250 നോട്ടിക്കൽ മൈൽ ദൂരെ സമുദ്രത്തിൽ ഈ ഒരു യുദ്ധക്കപ്പൽ, 350 ആൾക്കാർ അതിനകത്തുണ്ട്. നമ്മുടെ യുദ്ധക്കപ്പൽ ഡിസ്ട്രോയറാണ്. എല്ലാ മിസൈൽ സിസ്റ്റംസ് ഉണ്ട്, ഡിറ്റക്ഷൻ സിസ്റ്റംസ് ഉണ്ട്, സോണാറുണ്ട്. എന്നാലും പക്ഷേ ഈ ഏരിയയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുവാണ്. എനിമിയുടെ കയ്യിലും പല മിസൈൽ സിസ്റ്റംസ്, പല ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് എല്ലാം ഉണ്ടല്ലോ. പിന്നെ അണ്ടർ വാട്ടർ, നമ്മുടെ സബ്മറീനിൽ നിന്ന് വരാം, അണ്ടർ വാട്ടർ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെസൽസ് ഇപ്പം പുതിയതുണ്ട്. ഇതിൽ ഏതിൽ നിന്നും ഒരു അറ്റാക്ക് വരാം, ആണോ അല്ലയോ? ഏതിൽ നിന്നും അറ്റാക്ക് വരാം. നമ്മൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഈ ഒരു അറ്റാക്ക് നമ്മുടെ എഗെയിൻസ്റ്റ് വരാൻ പറ്റും. സോ ഈ
നമ്മുടെ യൂണിഫോം മെൻ ആൻഡ് വിമൻ ഒരു ബാറ്റിൽ ഫീൽഡിലോട്ട് പോകുന്നത്, അത് ഷിപ്പിലാണേലും എയർക്രാഫ്റ്റിലാണേലും അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിലാണേലും യുദ്ധം ചെയ്യുന്ന അവർക്ക് തന്നെ അറിഞ്ഞുകൂടെ നാളെ അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് അവരുടെ കമ്മിറ്റ്മെൻറ്റായിട്ട് അവർ പോയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്ത് ടെൻഷനായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. എവിടുന്ന് വേണേൽ ഒരു മിസൈൽ വരാം. അണ്ടർ വാട്ടർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെസൽ ഒരു ഷിപ്പിനെ അറ്റ് സീ അറ്റാക്ക് ചെയ്യാം. സോ ആ ഡെഡിക്കേഷനാണ് നമ്മുടെ ആൾക്കാരുടെ. ആൻഡ് വി ഹാവ് ടു സല്യൂട്ട് ദം ഫോർ ദെയർ കമ്മിറ്റ്മെൻറ്റ് ടു ദ നേഷൻ. പക്ഷേ ഫിലിം എന്ന് പറയുന്നത് ഒരു സ്റ്റാർ വരും, അത് അവർ ഒരു കാരവാൻ, എയർ കണ്ടീഷൻ കാരവാനിൽ വന്നു, കുറച്ച് നേരം ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവരുടെ ബെൻസ് കാറിലോ ഒക്കെ പോവും. ആ ലൈഫല്ല ഒരു യൂണിഫോംഡ് ആംഡ് പേഴ്സൺ, മെൻ ആൻഡ് വിമൻ രണ്ടുപേരുടെ. വളരെ ഒരു കഠിന പരിസ്ഥിതികളിലാണ് ഇവർ പലപ്പോഴും ജോലി ചെയ്യുന്നത്. ചില സമ്മറിനിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥലം പോലും ഇല്ല, ഒരു ബങ്ക് പോലും കാണത്തില്ല ഒരാൾക്ക് ശരിക്കും ഉറങ്ങാനായിട്ട്. 2-3 പേർക്കായിരിക്കും ഒരു ബങ്ക് കാണുന്നത്. അതുപോലെ ഇമാജിൻ ചെയ്യുക, സിയാച്ചിൻ ബോർഡറിൽ നമ്മുടെ ജവാൻ നിൽക്കുന്നതും പല ബോർഡേഴ്സും നമ്മൾ മാൻ ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. എത്ര ദിവസം അവർക്ക് അവരുടെ ഫാമിലിയെ പോലും കാണാൻ പറ്റത്തില്ല. അതുപോലെ അല്ലല്ലോ മൂവി ഷൂട്ട് എന്ന് പറഞ്ഞാൽ വൈകിട്ട് അത് കഴിഞ്ഞു അവർ വീട്ടിൽ പോകാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു മേജർ ഡിഫറൻസ്. ആൻഡ് ഐ എഗ്രി വിത്ത് വാട്ട് ജനറൽ സെറ്റ്. ഈ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തുണ്ടായ യുദ്ധമുറവിളികളെക്കുറിച്ച് മുതിർന്ന പ്രതിരോധ വിദഗ്ധൻ എന്നുള്ള രീതിയിൽ സാറിന് എന്താണ് പറയാനുള്ളത്? എൻ്റെ പേഴ്സണൽ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, നമ്മുടെ ന്യൂസ് ചാനൽസ് എല്ലാം കുറച്ചൊക്കെ ഓവർ ഹൈപ്പ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും. യുദ്ധം എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ യൂണിഫോംഡ് ആംഡ് ഫോഴ്സസ് ആണ്. അവർ യുദ്ധം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഡൂയിങ് ദെയർ റോൾ കറക്റ്റ്ലി. ആൻഡ് നമ്മുടെ ആം ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അത് നേവി എടുത്താലും ആർമി എടുത്താലും എയർഫോഴ്സ് എടുത്താലും മേ ബി വെരി ഫ്രാങ്ക്, വി ആർ വെരി വെരി സ്ട്രോങ്. സോ നമ്മൾ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പാകിസ്ഥാൻ ആണെങ്കിലും ചൈന ആണെങ്കിലും വി ആർ വെരി സ്ട്രോങ്. സോ ആ ഒരു നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് തന്നെ വേണം, നമ്മുടെ ഇന്ത്യ സ്ട്രോങ് ആണെന്നുള്ളത്. അത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ചു കഴിഞ്ഞു. ആ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കോ that uniformed man or woman only knows what is the tension that's going on, what is their capability, how they can defend the country. So അത് നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻ ആയിട്ട് മാത്രമേ നമ്മുടെ ജനറൽ പബ്ലിക്കിന് കൊടുക്കാവുള്ളൂ. നമ്മൾ അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾക്കൊരു ആത്മവിശ്വാസം, നമ്മുടെ കേപ്പബിലിറ്റീസ് നമുക്കൊരു നല്ല വിശ്വാസം വേണം. മൈ അപ്പീൽ ടു ഓൾ ദ ചാനൽസ്, ഓൾ ദ സോഷ്യൽ മീഡിയ ഈസ് give due to these people who are protecting our country, and over hypo under reportingോ ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് സ്പ്രെഡ് ചെയ്താൽ മതി. ഭാവിയിലെ യുദ്ധം ഏത് രീതിയിലായിരിക്കും? നാവികസേനയ്ക്ക് അതിലുള്ളൊരു റോൾ എന്താണെന്ന് കൂടി സാറും. നമ്മുടെ വാർ എന്ന് പറയുന്നത് ബിയോണ്ട് വിഷ്വൽ റേഞ്ചായി നമ്മൾ വേറൊരു സ്ഥലത്താണ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു കപ്പൽ ഇപ്പം അറേബ്യൻ സീയിൽ നിന്ന് നമുക്ക് പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇൻ്റലിജൻസ് ഗ്യാതറിങ്, ലോങ് റേഞ്ച് സർവൈലൻസ്, നമുക്ക് ലോങ് റേഞ്ചായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന എനിമിയുടെ കാര്യങ്ങൾ, ട്രാക്കിംഗ് ആൻഡ് ഡേറ്റ ഫ്യൂഷൻ. പല സോഴ്സിൽ നിന്ന് നമുക്ക് ഡേറ്റ വരാം. സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് വരാം, നമ്മുടെ റഡാറിൽ നിന്ന് വരാം, നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസിൽ നിന്ന് വരാം. ഇതെല്ലാം ഡേറ്റ ഫ്യൂസ് ചെയ്ത് ആ എനിമി ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യുക. ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കറക്റ്റ് വെപ്പൺ നമ്മൾ ഫയർ ചെയ്ത് അത് ഡിസ്ട്രോയ് ചെയ്യുവാണ്. ആ രീതിയിലാണ് ഇന്ന് വാർ മൂവ് ചെയ്യുന്നത്. അണ്ടർ വാട്ടർ ഡൊമെയിൻ അവെയർനെസ് എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് ഇനിയും ഒത്തിരി സാധ്യതകളുമുണ്ട്, ഒത്തിരി വർക്ക് ചെയ്യാനുമുണ്ട്. അണ്ടർ വാട്ടർ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം സബ്മറീൻ മാത്രമല്ല നമ്മുടെ ത്രെട്ട്. വെള്ളത്തിനടിയിൽ സബ്മറീൻ ആകാം, ടോർപിഡോ ആകാം. ഇപ്പോൾ ഓട്ടോണമസ് സിസ്റ്റംസ് വന്നു കഴിഞ്ഞാൽ, ഓട്ടോണമസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മിനി സബ്മറീനാണ്. അതിനകത്ത് ആൾക്കാർ മാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് പല വെപ്പൺസും കാണും. അത് വന്ന് ഷിപ്പിനെ തകർക്കാൻ പറ്റും. സോ ഈ അണ്ടർ വാട്ടറിൽ എന്താ നടക്കുന്നതെന്നുള്ള ഒരു അവെയർനെസ് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഹോം ഗ്രോൺ സോണാർസ് ഉണ്ട്, ലോങ് റേഞ്ച് സോണാർ സിസ്റ്റംസ് ഉണ്ട് അണ്ടർ വാട്ടർ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ എല്ലാം ഒരു ചെയിൻ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ അണ്ടർ വാട്ടർ ഡൊമെയിൻ അവെയർനെസ് നമ്മൾ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ
ഈ രണ്ട് മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർ ഡിഫൻസ്, ലാൻഡ് ഡിഫൻസ് ആൻഡ് അണ്ടർ വാട്ടർ ഡൊമൈൻ അവയർനെസ്. ഇനി നേവിയുടെ റോൾ ചോദിച്ചപ്പം ഈ അണ്ടർ വാട്ടർ ഡൊമൈൻ അവയർനെസ് അത് നേവിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന്, ഇമാജിൻ ചെയ്യുക, അണ്ടർ വാട്ടർ ഡൊമൈൻ അവയർനെസ് ഇല്ലെങ്കിൽ നമ്മൾ കറാച്ചി ബ്ലോക്കേഡ് ചെയ്തു, ഒരു സബ്മറീൻ താഴെ കൂടെ വന്നു. സബ്മറീൻ ലോഞ്ച്ഡ് മിസൈൽസ് ഉണ്ട്, അണ്ടർ വാട്ടറിൽ നിന്ന് ലോഞ്ച് ചെയ്യാം. അത് പറഞ്ഞാൽ ലോഞ്ച് ചെയ്താൽ നമ്മുടെ ബോംബെയിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. സോ അണ്ടർ വാട്ടർ ഡൊമൈൻ ഈസ് അവയർനെസ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്. മൂന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലോക്കേഡ്. അപ്പം പാകിസ്ഥാൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുവാണെങ്കിൽ നമ്മളവരുടെ ലോജിസ്റ്റിക് സപ്ലൈ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 85% ഓഫ് ദ ട്രേഡ് ഈസ് ത്രൂ ദിസ് സീ ലൈൻസ്. അത് നമ്മൾ ബ്ലോക്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ലോജിസ്റ്റിക്സ് തകർന്നു പോകും. പിന്നെ നമ്മുടെ ഓൺ വി ആർ 80% ഓഫ് അവർ ട്രേഡ് ഈസ് ത്രൂ സീസ്, 90% ഓഫ് അവർ എനർജി ഇമ്പോർട്ട് ഈസ് ത്രൂ സീസ്. നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ നേവിയുടെ ഒരു മേജർ റോളാണ്. നമ്മുടെ സപ്ലൈ ചെയിൻ ഒരിക്കലും ഡിസ്റ്റർബ് ആകരുത്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വേറൊരാളെ ബ്ലോക്ക് ചെയ്യുക, ഇല്ലേ രണ്ടാമത്തേത്. മൂന്നാമത്തെ അണ്ടർ വാട്ടർ ഡൊമൈൻ അവയർനെസ്. അവരുടെ സബ്മറീനോ അവരുടെ ഓട്ടോണമസ് വെസൽസോ നമ്മുടെ ഏരിയയിലോട്ട് വരാൻ അനുവദിക്കരുത്. ആൻഡ് ലാസ്റ്റ് but not the least is we should be able to target the enemy by our missile system. So നേവിയുടെ റോൾ ഹ്യൂജ് ആണ്. അതിനാണ് നമ്മൾ ഈ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ്സ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ 2 എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 3 എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മൾക്ക് എപ്പോഴും വെസ്റ്റും ഈസ്റ്റും രണ്ടും ഫോക്കസ് ചെയ്യേണ്ട സാഹചര്യം വരും. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് നേവിയായിട്ട് വളരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു സർ. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.